بسم الله الرحمن الرحيم. السلام عليكم ورحمة الله. طلابي الأعزاء، كيف أحوالكم؟ طيب؟ إن شاء الله اليوم ندرس درسا جديدا. عنوان هذا الدرس شقشقة العصافير. قبل هذا نحن نذكر الدرس الماضي الذي درسنا في الصف الماضي. تلك منظومة أبي حبيبي. പ്രിയപ്പെട്ട കൂട്ടുകാരെ, എന്തൊക്കെയാണ് വിശേഷങ്ങൾ? സുഖമല്ല എല്ലാവർക്കും? ഇന്ന് നമ്മൾ ഷഖ്ഷഖത്തുൽ അസാഫിർ എന്ന ഒരു കഥയാണ് പഠിക്കാൻ പോകുന്നത്. അതിൻ്റെ മുന്നോടിയായിട്ട് നമുക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച ആ പദ്യമില്ലേ, കവിത മൻലൂമ, അതൊന്ന് പാടി നോക്കാം. അതിൽ ചില വരികൾ മാത്രം. യാ അബി അൻത ഹബീബി അൻത അഹ്ലുൽ മക്റുമാതി അൻത തസ്ആലി സുറൂരി അൻത തഷ്ഖാലി നജാതി വലി ഉമ്മി കുല്ലു ഫദ്ലിൻ ഫഹിയ റൂഹി വഹയാതി അൻതുമാ ളൗഉ സമാഇ കന്നുജൂമി സാതിആതി ലകുമാ മാ ഇശ്തു ഹുബ്ബി വദുആഇ ഫീ സ്വലാത്തി. കവിത എല്ലാവർക്കും ഇഷ്ടമായിണ്ടാവും, എല്ലാവരും പാടി പഠിച്ചിട്ടുണ്ടാകും. ഞാൻ നിങ്ങളോടൊക്കെ അത് ചൊല്ലിത്തരാൻ പറഞ്ഞിരുന്നു, ആരും ചൊല്ലിയതായിട്ട് കാണുന്നില്ല. നമ്മൾ ഏതായാലും ഈ ആഴ്ചയിലെ ക്ലാസ്സിലേക്ക് പ്രവേശിക്കുകയാണ്. നമ്മുടെ പുതിയ പാഠമായ ഷഖ്ഷഖത്തുൽ അസാഫിർ, അതൊരു കഥയാണ്, രസമുള്ള കഥയാണ്. നമുക്കതിലേക്ക് പ്രവേശിക്കാം. ഷൂഫിലെ സൂറ കണ്ടില്ലേ? ചിത്രത്തിൽ എന്താണുള്ളത്? ഷജറത്തുൻ കബീറത്തുൻ. മാദാ അല ഷജറ? നഅം, അല ഷജറത്തി ഉശ്ശുൻ. മൻ ഫിൽ ഉശ്ശി? ഉശ്ശ്, ആ കൂട്ടില് ആരുള്ളത്? അയ്വ, അഫ്രാഖ് അല്ലെ? ഫർഖിന്റെ ജംആണ് അഫ്രാഖ്. അഫ്രാഖ് പക്ഷിക്കുഞ്ഞുങ്ങളുണ്ട് അല്ലെ? മൻ അല ഷജറ? മരത്തിൽ വേറെ ആരോ ഒരാളുണ്ടല്ലോ, അതാരാണ്? വലദുൻ. അൽ വലദു അല ഷജറ. ഓക്കെ, നമുക്ക് പഠിക്കാൻ പോകുന്ന ഈ പാഠത്തിന്റെ പേരാണ് ഷഖ്ഷഖത്തുൽ അസാഫിർ. അസാഫിർ എന്നാൽ ഉസ്ഫൂർ എന്ന പദത്തിന്റെ ബഹുവചനമാണ്, ജംആണ്, പക്ഷികൾ എന്നാണ്. ഷഖ്ഷഖത്തുൽ അസാഫിർ, പക്ഷികളുടെ ശബ്ദം അല്ലെങ്കിൽ കരച്ചിൽ. അപ്പോൾ ഉസ്ഫൂറിന്റെ കരച്ചിലാണ് ഷഖ്ഷഖത്ത് എന്ന് പറയാം. നമ്മൾ കോഴികളൊക്കെ കേൾക്കാറില്ലേ? കോഴിയുടെ ശബ്ദം അല്ലെ? ഓരോ പക്ഷികൾക്ക് ഓരോരോ ശബ്ദങ്ങളുണ്ട്, ഓരോ മൃഗത്തിനും ഓരോരോ ശബ്ദമുണ്ട്. അറബിയിലെ ഓരോ ജീവികളുടെയും ശബ്ദത്തിന് ഓരോരോ പേരുകളിലാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ഉസ്ഫൂറിന്റെ ശബ്ദത്തിനാണ് ഷഖ്ഷഖ എന്ന് പറയുക, ഷഖ്ഷഖത്ത്. ഓക്കെ, നമുക്ക് ആ കഥ ഒന്ന് വായിക്കാം. كان سالم ولدا ضريرا يسكن في قرية جميلة. مرة كان جالسا في واجهة البيت فسمع من البستان صوتا شق 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 شق. مشى سالم نحو الصوت فإذا فرخ العصفور قد وقع من عشه واستمع قطا يموء من قريب فنبض قلب سالم وقال في نفسه يا رب ماذا أفعل. ഇതാണ് കഥയുടെ ആദ്യ ഭാഗം. നമുക്കിതിലെ പുതിയ പദങ്ങളെയൊക്കെ ഒന്ന് പരിചയപ്പെടാം. ഷഖ്ഷഖത്ത് നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലെ? കരച്ചിൽ അല്ലെങ്കിൽ ശബ്ദം. ഇവിടെ ഉസ്ഫൂറിന് പക്ഷി എന്നും കുരുവി എന്നും അർത്ഥം പറയാറുണ്ട്. പക്ഷിയുടെ ശബ്ദം അല്ലെങ്കിൽ കുരുവിയുടെ ശബ്ദത്തിന് എന്താ പറയുക? ഷഖ്ഷഖത്ത്. യസ്കുനു, യസ്കുനു എന്ന് പറഞ്ഞാൽ താമസിക്കുന്നു എന്നാണ് അർത്ഥം. താമസിക്കുന്നു, വീട്ടിലൊക്കെ താമസിക്കാറില്ലേ? അത് താമസിക്കുന്നതിന് എന്താ പറയാ? യസ്കുനു. അപ്പോൾ ഞാൻ എവിടെ താമസിക്കുന്നു? ആനയാങ്കുന്ന് താമസിക്കുന്നു. എങ്ങനെ പറയാ? അസ്കുനു ഫി ആനയാങ്കുന്ന്. അസ്കുനു, ഞാൻ താമസിക്കുന്നു. ഇവിടെ യസ്കുനു, താമസിക്കുന്നു എന്നർത്ഥം. വാജിഹത്ത്, വീടിന്റെ ഒക്കെ മുൻഭാഗത്തിനാണ് എന്ത് പറയുക? വാജിഹത്ത്. നമ്മൾ കോലായിന്നോ സിറ്റ് ഔട്ട് എന്നൊക്കെ പറയാറില്ലേ?
ആ ഭാഗത്തിന് എന്താ പറയാ? വാജിഹത്ത്. വജ്ഹ് എന്നാൽ മുഖം എന്നല്ലേ? വീടിന്റെ മുഖം, പൂമുഖം അല്ലെ? അതിനാണ് വാജിഹത്ത് എന്ന് പറയുക. സെമിഅ, സെമിഅ എന്ന് പറഞ്ഞാൽ കേട്ടു എന്നാണ് അർത്ഥം അല്ലെ? ശബ്ദം കേട്ടു, പാട്ട് കേട്ടു എന്നൊക്കെ പറയാറില്ലേ? സെമിഅ. മഷ, നടന്നു എന്നാണ് അർത്ഥം. മഷ. നഹ്വ, നേരെ. ഒരു ശബ്ദം കേട്ടു. ആര്? നമ്മുടെ കഥയിലെ കഥാപാത്രമായ സാലിം അല്ലെ? അവൻ ശബ്ദം കേട്ട ഭാഗത്തേക്ക്, ശബ്ദത്തിന് നേരെ നടന്നു എന്നാണ്. നഹ്വ, നേരെ. വഖഅ, വഖഅ എന്ന് പറഞ്ഞാൽ വീണു, നിലത്തേക്ക് വീണു. അതിന് വഖഅ എന്ന് പറയും. പതിച്ചു എന്നൊക്കെയാണ് അർത്ഥം. ഖിത്തുൻ, ഖിത്ത് നമുക്ക് പരിചയമുള്ള പദമാണല്ലോ. ഖിത്ത്. നാം, എന്താണ്? പൂച്ച. യമൂഉ, യമൂഉ, പൂച്ചയുടെ കരച്ചിലിനാണ് യമൂഉ എന്ന് പറയുക. മിയാവു എന്ന് കേട്ടിട്ടില്ലേ? മിയാവു എന്നുള്ള അതേ പദം തന്നെയാണ് യമൂഉ അല്ലെ? മാ എന്നാണ് അതിന്റെ മാളിയായ പദം. അതിന് മുലാരിയാണ് യമൂഉ, കരയുന്നു. പൂച്ച കരയുന്നു. യമൂഉ. ഖരീബുൻ, അടുത്ത് എന്നാണ് അർത്ഥം. അതിന്റെ ലിദ് ഓപ്പോസിറ്റ് ആണ് എന്ത്? ബഈദ്, ദൂരെ. ഖരീബുൻ, ലിദ്, ബഈദ്. നബദ, നബദ എന്ന് പറഞ്ഞാൽ മിടിച്ചു എന്നർത്ഥം. പേടിയൊക്കെ ഉണ്ടാവുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യത്തെ കുറിച്ച് നമുക്ക് ഉത്കണ്ഠ ഉണ്ടാവുമ്പോൾ നമ്മുടെ ഹൃദയത്തിന്റെ മിടിപ്പ് കൂടൂലേ? മിടിപ്പ്, ഹൃദയം മിടിക്കുന്നതിന് എന്താ പറയാ? നബദ. ഓക്കെ, ഇനി നമുക്ക് കഥ ഒന്നുകൂടെ വായിച്ചു നോക്കാം. ഇപ്പൊ പറഞ്ഞ അർത്ഥങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് വായിക്കുമ്പോൾ കഥ ഒന്നുകൂടെ പെട്ടെന്ന് മനസ്സിലാകും. ഷഖ്ഷഖത്തുൽ അസാഫീർ, കുരുവിയുടെ കരച്ചിൽ, പക്ഷിയുടെ കരച്ചിൽ. കാന സാലിമുൻ വലദൻ ദ്വരീറൻ. വലതുൻ ദ്വരീർ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. ദ്വരീർ, ആർക്കാ ദ്വരീർ എന്ന് പറയാ? അയ്വ, കാഴ്ചയില്ലാത്ത, കണ്ണ് കാണാത്ത ആൾക്കാണ് ദ്വരീർ എന്ന് പറയാം അല്ലെ? കാന സാലിമുൻ വലദൻ ദ്വരീറൻ. സാലിമ് കാഴ്ചയില്ലാത്ത അന്ധനായ ഒരു കുട്ടിയാണ്. നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട് അത്. യസ്കുനു ഫി ഖറിയത്തിൻ ജമീല. യസ്കുനു നേരത്തെ പറഞ്ഞല്ലോ അർത്ഥം അല്ലെ? യസ്കുനു, അവൻ താമസിക്കുന്നു. ഫി ഖറിയത്തിൻ ജമീല. ഖറിയത്ത് നമ്മൾക്കറിയാലോ. ഖറിയത്ത് ഗ്രാമത്തിനാണ് ഖറിയത്ത് എന്ന് പറയുക അല്ലെ? ജമീല എന്ന് പറയുമ്പോഴോ നല്ല ഭംഗിയുള്ള ഗ്രാമം. ഗ്രാമം പൊതുവെ എന്തായിരിക്കും? ഭംഗിയുള്ള സ്ഥലമായിരിക്കും അല്ലെ? നിറയെ മരങ്ങളും പക്ഷികളും പൂക്കളും അല്ലെ? എല്ലാം ഉണ്ടാവും. വയലുകളൊക്കെ നിറഞ്ഞു നിൽക്കുന്ന സ്ഥലമാണ് ഗ്രാമം. അപ്പൊ ഭംഗിയുണ്ടാവും അല്ലെ? യസ്കുനു, താമസിക്കുന്നു കേട്ടോ. അപ്പൊ ഭംഗിയുള്ള ഗ്രാമത്തിലാണ് അവൻ താമസിക്കുന്നത്. മറത്തൻ കാന ജാലിസൻ ഫി വാജിഹത്തിൽ ബൈത്ത്. മറത്തൻ, ഒരിക്കൽ എന്ന് പറയാനാണ് മറത്തൻ എന്ന് ഉപയോഗിക്കുക. മറത്തൻ കാന ജാലിസൻ ഫി വാജിഹത്തിൽ ബൈത്ത്. വാജിഹത്ത് നമ്മൾ പറഞ്ഞ എന്താണ്? മുൻഭാഗം അല്ലെ? സിറ്റ് ഔട്ടില്. ജാലിസ് എന്നാൽ ഇരിക്കുന്നവൻ. ജാലിസൻ ഫി വാജിഹത്തിൽ ബൈത്ത്, വീടിന്റെ മുൻഭാഗത്ത് അങ്ങനെ ഇരിക്കുകയായിരുന്നു. ഫസമിഅ മിനൽ ബുസ്താനി സൗതൻ. സെമിഅ പദം നമ്മൾ പഠിച്ചു അല്ലെ? കേട്ടു. ബുസ്താൻ, ഗാർഡൻ അല്ലെ? പൂന്തോട്ടം അല്ലെ? സെമിഅ മിനൽ ബുസ്താനി, തോട്ടത്തിൽ നിന്ന് അവൻ കേട്ടു. സൗതൻ, സൗത്ത് എന്ന് പറഞ്ഞാൽ സൗണ്ട് അല്ലെ? ശബ്ദം കേട്ടു. എന്ത് ശബ്ദം കേട്ടത്? ഷക് 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 ഷക്. എന്തിന്റെ ശബ്ദമാണത്? ഒരു പക്ഷിക്കുഞ്ഞിന്റെ ശബ്ദമാണ് അവൻ കേട്ടത്. മഷ സാലിമുൻ നഹ്വ സൗത്തി. മഷ, അവൻ നടന്നു ചെന്നു അല്ലെ? സാലിം നടന്നു ചെന്നു. നഹ്വ സൗത്തി, നഹ്വ നമ്മൾ പറഞ്ഞല്ലോ. എന്താ നഹ്വ? നേരെ. സൗത്ത് ശബ്ദം, ശബ്ദം കേട്ട ഭാഗത്തേക്ക് സാലിം നടന്നു ചെന്നു. ഫൈദാ ഫർഖുൽ ഉസ്ഫൂർ, നോക്കുമ്പോ എന്താ? ഫർഖുൽ ഉസ്ഫൂർ. ഉസ്ഫൂർ, അസാഫീറിന്റെ മുഫ്രദ്, ഏകവചനമാണ് ഉസ്ഫൂർ. പക്ഷിക്കുഞ്ഞ്. ഫർഖ് എന്ന് പറഞ്ഞാൽ കുഞ്ഞ് അല്ലെ? പക്ഷിക്കുഞ്ഞ്. പക്ഷിക്കുഞ്ഞിന്റെ ശബ്ദമാണ് കേട്ടത്. ഫൈദ ഫർഖുൽ ഉസ്ഫൂർ. അപ്പോൾ അവിടെ എന്തുണ്ട്? ഒരു പക്ഷിക്കുഞ്ഞുണ്ട്. ഖദ് വഖഅ മിൻ ഉശ്ശിഹി. എന്താ സംഭവിച്ചെന്നറിയോ? ഖദ് വഖഅ, അത് വീണിട്ടുണ്ട്. മിൻ ഉശ്ശിഹി. ഉഷ് എന്ന് പറഞ്ഞാൽ നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ. ഉഷ് എന്താണ്? ഉഷ് മരത്തിലൊക്കെ ഉണ്ടാവില്ല, പക്ഷികൾ താമസിക്കാൻ വേണ്ടി ഉണ്ടാക്കുന്ന കൂട് അല്ലെ? പക്ഷിക്കൂട്. അത് പക്ഷിക്കൂട്ടിന്ന് താഴേക്ക് വീണതാ. അങ്ങനെ നിൽക്കുന്ന സമയത്താണ് വസമിഅ ഖിത്തൻ, അതിനടുത്ത് നിന്നും കേട്ടു. സെമിഅ, അവൻ കേട്ടു. ഖിത്തൻ, ഒരു പൂച്ച. യമൂഉ, കരയുന്നതായിട്ട് കേട്ടു. മിൻ ഖരീബ്, തൊട്ടടുത്ത് തന്നെ ഒരു പൂച്ച കരയുന്നതും കേട്ടു. ഇവനാണെങ്കിൽ പൂച്ചയെ കാണാൻ കഴിയോ? ഇല്ല. പക്ഷിക്കുഞ്ഞിനെ കാണാൻ കഴിയോ? ഇല്ല. ഒന്നും അവൻ കാണാൻ കഴിയുന്നില്ല. അവന് ശബ്ദം കേൾക്കാം അല്ലെ? അവൻ അന്ധനായ, കണ്ണ് കാണാത്തൊരു കുട്ടിയല്ലേ? അപ്പൊ അവനിങ്ങനെ ശബ്ദം കേട്ടു. അവന് പൂച്ചയുണ്ട്, പക്ഷിക്കുഞ്ഞിന്റെ ശബ്ദമുണ്ട്. അവനാകെ എന്തായി? ഫനബദ ഖൽബു സാലിം, അവന് മനസ്സിലായി കാര്യം. പൂച്ച എന്തിനാ അപ്പൊ വന്നത്? ഈ കരച്ചിൽ കേട്ട്, പക്ഷിയുടെ കരച്ചിൽ കേട്ട് അതിനെ പിടിക്കാൻ വന്നതാ. ഫനബദ ഖൽബു സാലിം, സാലിമിന്റെ ഖൽബ്. എന്താ ഖൽബ്?
ഹാർട്ട് അല്ലെ, ഹൃദയം. നബല ഇങ്ങനെ 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 മിടിക്കാൻ തുടങ്ങി. പേടി വരുമ്പോൾ അങ്ങനെയല്ല അല്ലെ, എന്ത് ചെയ്യണമെന്ന് അറിയാതെ നമ്മളിങ്ങനെ പിന്നെ ബുദ്ധിമുട്ടായി നിൽക്കുന്ന സമയത്ത് നമ്മളെ ഹൃദയം എന്ത് ചെയ്യും, സ്പീഡിൽ ഇങ്ങനെ മിടിക്കാൻ തുടങ്ങും. നബല ഖൽബു സാലിം. അപ്പൊ സാലിമിന് സങ്കടവും വിഷമവും പേടി എല്ലാം കൂടെ വന്നില്ലേ. ഖാല ഫി നഫ്സി, ഖാല അവൻ പറഞ്ഞു, ഫി നഫ്സി അവന്റെ നഫ്സിനോട്, എന്താണ്, സ്വന്തത്തോട്, പിന്നെ മനസ്സിനോട് അല്ലെ. അപ്പൊ സ്വന്തം നിനക്ക് അവൻ മനസ്സിൽ ഇങ്ങനെ പറയാണ്, യാ റബ്ബ്, അല്ലാഹുവേ, മാദാ അഫ്അൽ, ഞാൻ എന്താ ചെയ്യാ, ഈ പക്ഷിക്കുഞ്ഞ് അവിടെ കരഞ്ഞുകൊണ്ടിരിക്കുന്നു, ഇപ്പുറത്തൊരു പൂച്ച അതിനെ പിടിക്കാൻ വേണ്ടി ഓടി വരുന്നു, ഞാൻ എന്ത് ചെയ്യും? അവനാകെ വിഷമത്തിലായി. നമുക്കിനി സാലിമിന്റെ ആ കഥ, സാലിമിനെ കുറിച്ചുള്ള സാലിമിന്റെയും ആ പക്ഷിക്കുഞ്ഞിന്റെയും ആ കഥ ഒന്ന് കണ്ടു നോക്കിയാലോ, ഒരു വീഡിയോ. ഓക്കെ, നുഷാഹിദൽ ആൻ മഖ്തഅ വീഡിയോ ഇൻഷാ അല്ലാഹ്. ഷൂഫ് ഇലൈഹി.